ഇറാനെതിരെ ശക്തമായ സൈനിക സന്നാഹമൊരുക്കിയ അമേരിക്ക ഖത്തറിലെ അൽ ഉബൈദ് വിമാനത്താവളത്തിൽ മൊബൈൽ മിസൈൽ ലോഞ്ചറുകൾ സജ്ജമാക്കിയതിൻ്റെ ഉപഗ്രഹ ദൃശ്യങ്ങൾ പുറത്തുവന്നു. ഇക്കഴിഞ്ഞ ദിവസം B-52 ബോംബർ വിമാനങ്ങൾ ഉൾപ്പെടെ അൽ ഉബൈദ് വിമാനത്താവളത്തിൽ US എത്തിച്ചിരുന്നു. പശ്ചിമേഷ്യയിലെ അമേരിക്കയുടെ സൈനിക സംവിധാനങ്ങളെ ആക്രമിക്കുമെന്ന ഇറാൻ മുന്നറിയിപ്പ് നൽകിയതിന് പിന്നാലെയാണ് നീക്കം. വിവരങ്ങളുമായി ഐസൻ ജോസ് ചേരുകയാണ്. ഐസൻ, ഇറാനെതിരെ സൈനിക നടപടി ശക്തമാക്കുകയാണോ അമേരിക്ക? സുരേഷ്, ഇറാനെതിരെ സൈനിക നടപടിക്കുള്ള ഒരുക്കങ്ങൾ സജ്ജീകരിക്കുന്നതിൽ വളരെ കൃത്യമായൊരു മുന്നോട്ട് പോക്ക് അമേരിക്കയുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നു എന്നതൊരു യാഥാർത്ഥ്യമാണ്. നമുക്കറിയാവുന്നതാണ്, നേരത്തെ അബ്രഹാം ലിങ്കൺ എന്ന അതിശക്തമായ സൈനിക കപ്പലിന്റെ അല്ലെങ്കിൽ യുദ്ധക്കപ്പലിന്റെ പശ്ചാത്തലത്തിൽ, യുദ്ധക്കപ്പൽ ഒരുക്കി വിട്ടതിന്റെ പശ്ചാത്തലത്തിൽ വലിയൊരു സൈന്യം തന്നെ, അതായത് ഒരു കപ്പൽ പട തന്നെ ഇറാനെ കേന്ദ്രീകരിച്ച് കൃത്യമായും അറബിക്കടലിൽ വിന്യസിച്ചു കഴിഞ്ഞിട്ടുണ്ട്. അതിനുശേഷം ഇക്കഴിഞ്ഞ ദിവസമാണ് B-52 ബോംബറുകൾ, നമുക്കറിയാവുന്നതാണ്, ആണവ പോർമുന വഹിക്കാൻ ശേഷിയുള്ള അല്ലെങ്കിൽ ആണവായുധങ്ങൾ, വലിയ ബോംബുകൾ വഹിക്കാൻ ശേഷിയുള്ള വലിയ വിമാനങ്ങൾ അവിടെ എത്തിക്കുകയും ചെയ്തിരുന്നത്. ഇതേ വിമാനത്താവളത്തിലാണ്, അൽ ഉബൈദ് വിമാനത്താവളത്തിൽ തന്നെയാണ്, ഖത്തറിലെ വിമാനത്താവളത്തിൽ തന്നെയാണ് എത്തിക്കുകയും ചെയ്തത്. നമുക്കറിയാവുന്നതാണ്, പണ്ട് മാസങ്ങൾക്ക് മുമ്പ് ഇതേ വിമാനത്താവളത്തിൽ ചില ആക്രമണങ്ങളും ഒരു ഡ്രോൺ പൊട്ടിത്തെറിക്കുന്ന സാഹചര്യമെല്ലാം തന്നെ ഉണ്ടായിരുന്നു. അത്തരത്തിലുള്ള നീക്കങ്ങൾ പ്രതീക്ഷിച്ച് തന്നെയാണ് അമേരിക്ക നീങ്ങുന്നതെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അമേരിക്കയുടെ പാട്രിയറ്റ് മിസൈലുകൾ മൊബൈൽ ലോഞ്ചറുകളിലായി കൃത്യമായി വിന്യസിച്ചിരിക്കുന്നു എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഏതെങ്കിലും അടിയന്തര സാഹചര്യം ഉണ്ടായാൽ ഉടൻ തന്നെ ഈ മൊബൈൽ ലോഞ്ചറുകൾ കൃത്യമായി വിന്യസിക്കാനും കൃത്യമായ സ്ഥലങ്ങളിലേക്ക് നീങ്ങാനുമുള്ള ഒരു നീക്കമാണ് നടക്കുന്നത് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അങ്ങനെയെങ്കിൽ വലിയ തോതിലുള്ള ഒരു ആക്രമണം, കര വ്യോമ ആക്രമണത്തിന് പുറമെ നാവികാക്രമണം കൂടി നടത്താനുള്ള ഒരു സംവിധാനം ഇറാന് ചുറ്റുമൊരുക്കുകയാണ് അമേരിക്ക എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അമേരിക്കയുടെ പാട്രിയറ്റ് മിസൈലുകളാണ് സജ്ജീകരിച്ചിരിക്കുന്നത്. വലിയൊരു വെല്ലുവിളി തന്നെയായി ഇറാനെതിരെയുള്ള നീക്കങ്ങൾ കണക്കാക്കുന്നുമുണ്ട്. സുരേഷ്, ഐസൻ ജോസാണ് വിവരങ്ങൾ നൽകിയത്.